സിവിൽ പ്ലസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബൊയോൺസി എന്ന് പറയുന്നൊരു സിമ്പിൾ ടേമിനെ പറ്റിയിട്ടാണ്. ഈ ടേം അല്ലെങ്കിൽ കോൺസെപ്റ്റ് ബന്ധപ്പെട്ടിരിക്കുന്നത് ഫ്ലൂയിഡ് മെക്കാനിക്സ് എന്ന് പറയുന്ന സബ്ജക്റ്റായിട്ടാണ്. സോ നമുക്ക് ബൊയോൺസി എന്താണെന്ന് നോക്കാം. ഈ ബൊയോൺസി എന്താണെന്ന് പറയുന്നതിന് മുമ്പ് ഒരു സിമ്പിൾ ലോജിക്ക് ഞാൻ പറയാം. നമ്മൾ വെള്ളത്തിൽ ഒരു ഒബ്ജക്റ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ബോഡിയും കിട്ടിക്കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾ കുളങ്ങളിൽ തേങ്ങയൊക്കെ വീണെടുക്കുന്നത് കാണാറുണ്ട്. ഫോർ എക്സാമ്പിൾ, ഓക്കെ. അപ്പോൾ ഈ തേങ്ങ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഒബ്ജക്റ്റ് വെള്ളത്തിൽ വീഴുകയാണെങ്കിൽ ആ വെള്ളത്തിൽ ആദ്യം ഒരു ഡിസ്പ്ലേസ്മെൻ്റ് ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു ഡിസ്ലൊക്കേഷൻ ഉണ്ടാവും വെള്ളത്തിന്. ആ വെള്ളത്തിൽ ഡിസ്പ്ലേസ്മെൻ്റ് ഉണ്ടായതിന് ശേഷമാണ് ഈ ബോഡി ഒന്നുകിൽ അത് ഇമേഴ്സ് ആവുന്നത് അല്ലെങ്കിൽ മുകളിൽ ഫ്ലോട്ട് ചെയ്ത് കിടക്കുന്നത്. ഓക്കെ, സോ അത് ഒരു ബേസിക് ഒരു ലോജിക്കായിട്ട് ഞാൻ പറഞ്ഞതാണ്. വെള്ളത്തിലേക്ക് ഒരു ഓബ്ജക്റ്റ് അല്ലെങ്കിൽ ഒരു ബോഡി വീഴുമ്പോൾ അല്ലെങ്കിൽ വന്നു ചേരുമ്പോൾ അതിൽ ഒരു ഡിസ്പ്ലേസ്മെൻ്റ് ആവും. ആ ഡിസ്പ്ലേസ്മെൻറ്റ് കാരണമാണ് പിന്നെ ആ ബോഡി ഫ്ലോട്ട് ആവുന്നത് അല്ലെങ്കിൽ കംപ്ലീറ്റ്ലി ഇമേഴ്സ് ആവുന്നത്. ഓക്കെ, സോ ഇനി എന്താണ് ബൊയോൺസി എന്ന് നോക്കാം. ഒരു ബോഡി ഫ്ലൂയിഡിലേക്ക് ഇമേഴ്സ് ചെയ്യുമ്പോൾ, ഓക്കെ, ഏതെങ്കിലും ഒരു ബോഡി ഫ്ലൂയിഡിലേക്ക് ഇമേഴ്സ് ചെയ്യുമ്പോൾ ഒരു അപ്വേർഡ് ഫോഴ്സ് എക്സേർട്ട് ചെയ്യും. ഏതിലേക്ക്? ആ ഒബ്ജക്റ്റിലേക്ക് ഒരു അപ്വേർഡ് ഫോഴ്സ് എക്സേർട്ട് ചെയ്യും. ആരാണ് എക്സേർട്ട് ചെയ്യുന്നത്? ഫ്ലൂയിഡ്. അതായത് ഒരു ഒബ്ജക്റ്റ് ഒരു ഫ്ലൂയിഡിലേക്ക് ഇമേഴ്സ് ചെയ്യാൻ നോക്കുമ്പോൾ ആ ഫ്ലൂയിഡ് ആ ഒബ്ജക്റ്റിന് എഗെയിൻസ്റ്റ് ആയിട്ട് ഒരു അപ്വേർഡ് ഫോഴ്സ് എക്സേർട്ട് ചെയ്യും. ഓക്കെ, ഈ അപ്വേർഡ് ഫോഴ്സ് എന്ന് പറയുന്നത് എത്ര ഫ്ലൂയിഡാണോ ഡിസ്പ്ലേസ് ചെയ്തത് ആ ഡിസ്പ്ലേസ് ചെയ്ത ഫ്ലൂയിഡിൻ്റെ വെയ്റ്റിന് തുല്യമായിരിക്കും. അതിനെയാണ് നമ്മൾ ഫോഴ്സ് ഓഫ് ബൊയോൺസി അല്ലെങ്കിൽ സിമ്പിളായിട്ട് ബൊയോൺസി എന്ന് പറയുന്നത്. അതായത് നമ്മളോട് പറയാം, ഒരു ഫ്ലൂയിഡ് ഉണ്ട്, ഫ്ലൂയിഡിലേക്ക് ഒരു ഒബ്ജക്റ്റ് നമ്മൾ ഇമേഴ്സ് ചെയ്യാൻ നോക്കിയാണ്. ഓക്കെ, അപ്പോൾ ഈ ഫ്ലൂയിഡ് ഈ ഒബ്ജക്റ്റിൻ്റെ എഗെയിൻസ്റ്റ് ആയിട്ട് ഒരു വെർട്ടിക്കലി അപ്വേർഡ് ഫോഴ്സ് എക്സേർട്ട് ചെയ്യും. ഓക്കെ, ഈ അപ്വേർഡ് ഫോഴ്സ് എന്ന് പറയുന്നത് ഈ ഒബ്ജക്റ്റ് കാരണം ആ ഫ്ലൂയിഡിലുണ്ടാകുന്ന ഡിസ്പ്ലേസ്മെൻറ്റ് സംഭവിച്ച ഫ്ലൂയിഡിൻ്റെ വെയ്റ്റിന് ഈക്വൽ ആയിരിക്കും. അതായത് അപ്വേർഡ് ഫോഴ്സ് ഈസ് ഈക്വൽ ടു എന്ന് പറയുന്നത് വെയ്റ്റ് ഓഫ് ദി ഫ്ലൂയിഡ് ഡിസ്പ്ലേസ്ഡ്, ഓക്കെ, ബൈ ദി ബോഡി. ഈ ബോഡി കാരണം ആ ആ ഫ്ലൂയിഡിൽ വന്ന ഡിസ്പ്ലേസ്ഡ് വാട്ടറിൻ്റെ വെയ്റ്റിന് തുല്യമായിരിക്കും. അതായത് അപ്വേർഡ് ഫോഴ്സ് എന്ന് പറയുന്നത് വെയ്റ്റ്, എത്ര ഫ്ലൂയിഡ് ഡിസ്പ്ലേസ് ആയി ആ ഡിസ്പ്ലേസ് ചെയ്ത ഫ്ലൂയിഡിൻ്റെ വെയ്റ്റിന് ഈക്വൽ ആയിരിക്കും. ഓക്കെ, ഇനി സിമ്പിളായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ ഒരു ഫ്ലൂയിഡ് എന്ന് പറഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ ഒരു വെള്ളം എടുക്കാം. ഓക്കെ, ഒരു വെള്ളത്തിൽ ഒരു ഒബ്ജക്റ്റ് നമ്മൾ ഇമേഴ്സ് ചെയ്യണം. ഇമേഴ്സ് എന്ന് പറഞ്ഞാൽ ഇത്രയുള്ള മുക്കുക. അത് പാർഷ്യലി ആകാം, കംപ്ലീറ്റ്ലി ആകാം. ഓക്കെ, നമ്മൾ ഒരു ഒബ്ജക്റ്റിനെ നമ്മൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു ഫുട്ബോൾ എടുക്കുകയാണ്. ഫുട്ബോൾ കണ്ടിട്ടില്ലാതെ അല്ലെങ്കിൽ ഫുട്ബോൾ വെള്ളത്തിൽ നമുക്ക് ഇമേജിൻ ചെയ്യാൻ പറ്റാത്തവർ തന്നെ ഒരു തേങ്ങയായാലും ശരി, ഏതൊരു ഒബ്ജക്റ്റായാലും നിങ്ങൾ സങ്കല്പിച്ചാൽ മതി. ഓക്കെ, ഒരു ഒബ്ജക്റ്റ് വെള്ളത്തിലേക്ക് ഇമേഴ്സ് ചെയ്യാണ്. അപ്പോൾ നമുക്കറിയാം വെള്ളം ഒന്ന് സൈഡിലോട്ട് മാറും. അതായത് വെള്ളത്തിൽ ഡിസ്പ്ലേസ്മെൻറ്റ് സംഭവിക്കും. അപ്പോൾ എന്താണ് ബൊയോൺസി എന്ന് പറഞ്ഞാൽ, ഒരു വെള്ളത്തിൽ ഒരു ഒബ്ജക്റ്റ് മുക്കാൻ ശ്രമിക്കുമ്പോൾ ആ വെള്ളത്തിൽ ഡിസ്പ്ലേസ്മെൻറ്റ് സംഭവിക്കും. അത് അങ്ങനെ മാത്രവുമല്ല, ഈ ഒബ്ജക്റ്റ് നമ്മൾ മുക്കാൻ ശ്രമിക്കുമ്പോൾ അതിന് എഗെയിൻസ്റ്റ് ആയിട്ട് ഈ വെള്ളം തന്നെ ഒരു ഫോഴ്സ് ഈ ഒബ്ജക്റ്റിലോട്ട് എക്സേർട്ട് ചെയ്യും. ഏത് തരം ഫോഴ്സ്? ഒരു വെർട്ടിക്കൽ അപ്വേർഡ് ഫോഴ്സ്. അതായത് മുങ്ങാതിരിക്കാനുള്ള ഒരു ഫോഴ്സ് ഈ മുങ്ങാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുമ്പോൾ, അതായത് ഈ ഒബ്ജക്റ്റിനെ മുക്കാൻ ശ്രമിക്കുമ്പോൾ ഇത് മുങ്ങാതിരിക്കാൻ വേണ്ടിയുള്ള ഒരു വെർട്ടിക്കൽ അപ്വേർഡ് മുകളിലോട്ട്, അതായത് നമ്മൾ താഴോട്ടാണ് ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നത്. അതായത് മുക്കാൻ നമ്മൾ ശ്രമിക്കുന്നത് താഴോട്ടാണ്. അതേസമയം ഫോഴ്സ് ഇവിടെ ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ വെള്ളം എക്സേർട്ട് ചെയ്യുന്ന ഫോഴ്സ് എന്ന് പറഞ്ഞാൽ മുകളിലോട്ടാണ്. ഓക്കെ, ഇതിനെയാണ് ബൊയോൺസി എന്ന് പറയുന്നത്. ഇനി ഈ അപ്വേർഡ് ഫോഴ്സ് എത്ര ആയിരിക്കും എന്ന് പറഞ്ഞാൽ, അതെന്ന് പറയുന്നത് എത്ര വെള്ളമാണോ ഡിസ്പ്ലേസ് ചെയ്ത് അതിന് തുല്യമായിരിക്കും ഈ അപ്വേർഡ് ഫോഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ അപ്വേർഡ് ഫോഴ്സിനെയാണ് സിംപ്ലി ഫോഴ്സ് ഓഫ് ബൊയോൺസി അല്ലെങ്കിൽ സിമ്പിളായിട്ട് ബൊയോൺസി എന്ന് നമ്മൾ പറയാറ്. ഓക്കെ, സോ ബൊയോൺസി എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഒരു ഫ്ലൂയിഡിൽ നമ്മളൊരു ഒബ്ജക്റ്റ് ഇമേഴ്സ് ചെയ്യാൻ നോക്കുകയാണെങ്കിൽ ആ ഒബ്ജക്റ്റിലേക്ക് ഫ്ലൂയിഡ് ഒരു വെർട്ടിക്കൽ അപ്വേർഡ് ഫോഴ്സ് എക്സേർട്ട് ചെയ്യും. ഈ വെർട്ടിക്കൽ അപ്വേർഡ് ഫോഴ്സ് എന്ന് പറയുന്നത് ആ ഒബ്ജക്റ്റ് ആ ഫ്ലൂയിഡിൽ ഉണ്ടാക്കുന്ന
വെള്ളത്തിൻ്റെ ഫ്ലൂയിഡിൽ ഡിസ്പ്ലേസ്ഡ് വാട്ടറിൻ്റെ വെയ്റ്റിന് ഈക്വൽ ആയിരിക്കും. അതിനെയാണ് സിംപ്ലി ബൊയോൺസി, ഫോഴ്സ് ഓഫ് ബൊയോൺസി അല്ലെങ്കിൽ സിമ്പിളായിട്ട് ബൊയോൺസി എന്ന് പറയുന്നത്. ഇനി നോക്കാം എന്താണ് സെൻറ്റർ ഓഫ് ബൊയോൺസി എന്ന് പറയുന്നത്. ഓക്കെ, ഇതും ഒരുപാട് പ്രാവശ്യം ചോദിച്ചിട്ടുള്ളതാണ്. എന്താണ് സെൻറ്റർ ഓഫ് ബൊയോൺസി എന്ന് പറയുന്നത്? ഞാൻ പറഞ്ഞു ഈ ഒരു വെർട്ടിക്കൽ അപ്വേർഡ് ഫോഴ്സ് ഉണ്ടാവും എന്ന് പറഞ്ഞു. അതിനെയാണ് ബൊയോൺസി അല്ലെങ്കിൽ ഫോഴ്സ് ഓഫ് ബൊയോൺസി എന്ന് പറയുന്നത്. ഒരു വെർട്ടിക്കൽ അപ്വേർഡ് ഫോഴ്സ് ഇത് ഒരു പോയിന്റിലോട്ടായിരിക്കും ആക്ട് ചെയ്യുന്നത്. അതായത് ഈ ഫോഴ്സ് ഓഫ് ബൊയോൺസി എന്ന് പറയുന്നത് ഒരു പോയിന്റിലൂടെ ആയിരിക്കും ആക്ട് ചെയ്യുന്നത്. ഈ പോയിന്റിനെയാണ് നമ്മൾ സെൻറ്റർ ഓഫ് ബൊയോൺസി എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ പറഞ്ഞു ഫോഴ്സ് ഓഫ് ബൊയോൺസി എന്ന് പറയുന്നത് ഒരു വെർട്ടിക്കൽ ഫോഴ്സാണ്. മാത്രവുമല്ല ഈ വെർട്ടിക്കൽ ഫോഴ്സ് അല്ലെങ്കിൽ ഫോഴ്സ് ഓഫ് ബൊയോൺസി എന്ന് പറയുന്നത് എത്ര ലിക്വിഡ് ഡിസ്പ്ലേസ് ആയോ ആ ലിക്വിഡിൻ്റെ വെയ്റ്റിന് ഈക്വൽ ആണെന്ന് പറഞ്ഞായിരുന്നു. ഓക്കെ, അതുകൊണ്ട് തന്നെ നമുക്ക് പറയാൻ സാധിക്കും ഈ സെൻറ്റർ ഓഫ് ബൊയോൺസി എന്ന് പറയുന്നത് ഈ ഫ്ലൂയിഡ് ഡിസ്പ്ലേസ് ആയില്ലേ, ഫ്ലൂയിഡ് ഡിസ്പ്ലേസ് ആയ ഫ്ലൂയിഡിൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിക്ക് തുല്യമായിരിക്കും. ഓക്കെ, ഈ സെൻറ്റർ ഓഫ് ബൊയോൺസി എന്ന് പറയുന്നത് അല്ലെങ്കിൽ സെയിം പോയിന്റിലായിരിക്കും ആക്ട് ചെയ്യുന്നത്. അതായത് സെൻറ്റർ ഓഫ് ബൊയോൺസി എന്ന് പറയുന്നത് ഫ്ലൂയിഡ് ഡിസ്പ്ലേസ് ആയ ഫ്ലൂയിഡിൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി എവിടെയാണോ ആ പോയിന്റ് ഓഫ് ഗ്രാവിറ്റിയിലായിരിക്കും, അല്ലെങ്കിൽ ആ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി എന്ന് പറഞ്ഞാൽ ആ പോയിന്റിലായിരിക്കും ഈ സെൻറ്റർ ഓഫ് ബൊയോൺസി ആക്ട് ചെയ്യുന്നത്. സിംപിളി സെൻറ്റർ ഓഫ് ബൊയോൺസി എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. നമ്മൾ നേരത്തെ പറഞ്ഞു ഒരു ഓബ്ജക്റ്റ് ഫ്ലൂയിഡിൽ ഇമേഴ്സ് ചെയ്യാൻ നോക്കുമ്പോൾ ഒരു കുറച്ച് ഫ്ലൂയിഡ് ഡിസ്പ്ലേസ് ആവും. ആ ഡിസ്പ്ലേസ് ആവുന്ന ഫ്ലൂയിഡിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് അപ്വേർഡ് ഫോഴ്സിന് ഈക്വൽ ആയിരിക്കും എന്ന് പറഞ്ഞു. ഓക്കെ, ഇനി അത് ആക്ട് ചെയ്യുന്ന ഈ അപ്വേർഡ് ഫോഴ്സ് അല്ലെങ്കിൽ ഫോഴ്സ് ഓഫ് ബൊയോൺസി ആക്ട് ചെയ്യുന്നത് ഈ ഒരു പോയിന്റിൽ കൂടെ ആയിരിക്കും. ആ പോയിന്റിനെയാണ് സെൻറ്റർ ഓഫ് ബൊയോൺസി എന്ന് പറയുന്നത്. അതിനെയാണ് സെൻറ്റർ ഓഫ് ബൊയോൺസി. ഈ സെൻറ്റർ ഓഫ് ബൊയോൺസി എന്ന് പറയുന്നത് ഈ വാട്ടർ അല്ലെങ്കിൽ ഫ്ലൂയിഡ് ഡിസ്പ്ലേസ് ആയി എന്ന് പറഞ്ഞല്ലോ, ആ ഡിസ്പ്ലേസ് ആയ ഫ്ലൂയിഡിൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി, ആ ഡിസ്പ്ലേസ് ആയ ഫ്ലൂയിഡിൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി, എത്ര ക്വാണ്ടിറ്റി ഫ്ലൂയിഡാണ് ഡിസ്പ്ലേസ് ആയത് അതിനൊരു സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ഉണ്ടാക്കും. ആ ടോട്ടൽ വോളിയം ഓഫ് ഫ്ലൂയിഡിന് ഒരു സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ഉണ്ടാക്കും. ആ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയിൽ കൂടി ആയിരിക്കും ഈ സെൻറ്റർ ഓഫ് ബൊയോൺസി ആക്ട് ചെയ്യുന്നത്. ഓക്കെ, സോ ഇത്രയാണ് ഈ ബൊയോൺസിയും പിന്നെ സെൻറ്റർ ഓഫ് ബൊയോൺസിയും പറ്റിയുള്ള കുറച്ച് ബേസിക് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു വളരെ ലഘുവായിട്ടുള്ള ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഇനി ഇതിനെപ്പറ്റി ഒരുപാട് നല്ല നല്ല കോൺസെപ്റ്റ് ബാക്കിയുണ്ട്, വേറെയുണ്ട്. എനിവേ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന വളരെ സിമ്പിളായിട്ടുള്ള ഒരു കോൺസെപ്റ്റാണ് ഈ ബൊയോൺസി അല്ലെങ്കിൽ സെൻറ്റർ ഓഫ് ബൊയോൺസി എന്ന് പറയുന്നത്. അതിൻ്റെ ഏറ്റവും എന്താ പറയുക സിമ്പിളായിട്ടുള്ളൊരു കോൺസെപ്റ്റാണ് നമ്മളിപ്പോൾ നോക്കിയത്. സോ മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. അടുത്തൊരു വീഡിയോയുമായി വീണ്ടും വരാം. അതുവരെ ബൈ.